ജീവധാര ജീവമൊഴി കാൽവരിനാഥന്റെ സ്നേഹമൊഴി തിരുനിറത്താൽ ജീവനേകും യേശുനാഥന്റെ ജീവമൊഴി ജീവധാര ജീവധാര ജീവധാര. ആരാധിക്കുന്നു ഞങ്ങൾ നിൻ സന്നിധിയിൽ സ്തോത്രത്തോടെന്നും. ആരാധിക്കുന്നു ഞങ്ങൾ നിൻ സന്നിധിയിൽ നന്ദിയോടെന്നും. ആരാധിക്കുന്നു ഞങ്ങൾ നിൻ സന്നിധിയിൽ നന്മയോർത്തെന്നും. ആരാധിക്കാം യേശു കർത്താവിനെ. ആരാധിക്കുന്നു ഞങ്ങൾ നിൻ സന്നിധിയിൽ സ്തോത്രത്തോടെന്നും. ആരാധിക്കുന്നു ഞങ്ങൾ നിൻ സന്നിധിയിൽ നന്ദിയോടെന്നും. ആരാധിക്കുന്നു ഞങ്ങൾ നിൻ സന്നിധിയിൽ നന്മയോർത്തെന്നും. ആരാധിക്കാം യേശു കർത്താവിനെ. നമ്മെ സർവം മറന്ന് തൻ സന്നിധിയിൽ മോദമോടിന്ന്. നമ്മെ സർവം മറന്ന് തൻ സന്നിധിയിൽ ധ്യാനത്തോടിന്ന്. നമ്മെ സർവം മറന്ന് തൻ സന്നിധിയിൽ കീർത്തനത്തിനായി. ആരാധിക്കാം യേശു കർത്താവിനെ. നമ്മെ സർവം മറന്ന് തൻ സന്നിധിയിൽ മോദമോടിന്ന്. നമ്മെ സർവം മറന്ന് തൻ സന്നിധിയിൽ ധ്യാനത്തോടിന്ന്. നമ്മെ സർവം മറന്ന് തൻ സന്നിധിയിൽ കീർത്തനത്തിനായി. ആരാധിക്കാം യേശു കർത്താവിനെ. നീയൻ സർവനീതിയും ആയിത്തീർന്നതായ പൂർണ്ണനാ. നീയൻ സർവനീതിയും ആയിത്തീർന്നതായ ഭാഗ്യവാ. നീയൻ സർവനീതിയും ആയിത്തീർന്നതായ ധന്യനാ. ആരാധിക്കാം യേശു കർത്താവിനെ.
സർവനീതിയും ആയിത്തീർന്നതാൽ ഞാൻ ഭാഗ്യവാൻ. നീ എൻ സർവനീതിയും ആയിത്തീർന്നതാൽ ഞാൻ ധന്യനാൻ. ആരാധിക്കാം യേശു കർത്താവിനെ. ആരാധിക്കുന്നു ഞങ്ങൾ നിൻ സന്നിധിയിൽ സ്തോത്രത്തോടെന്നും. ആരാധിക്കുന്നു ഞങ്ങൾ നിൻ സന്നിധിയിൽ നന്ദിയോടെന്നും. ആരാധിക്കുന്നു ഞങ്ങൾ നിൻ സന്നിധിയിൽ നന്മയോർത്തെന്നും. ആരാധിക്കാം യേശു കർത്താവിനെ. ആരാധിക്കുന്നു ഞങ്ങൾ നിൻ സന്നിധിയിൽ സ്തോത്രത്തോടെന്നും. ആരാധിക്കുന്നു ഞങ്ങൾ നിൻ സന്നിധിയിൽ നന്ദിയോടെന്നും. ആരാധിക്കുന്നു ഞങ്ങൾ നിൻ സന്നിധിയിൽ നന്മയോർത്തെന്നും. ആരാധിക്കാം യേശു കർത്താവിനെ. ആരാധിക്കാം യേശു കർത്താവിനെ. ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമം മഹത്വപ്പെടട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശീകരണവുമായി ബന്ധപ്പെട്ട ചില സ്ഥലങ്ങളെപ്പറ്റി നാം ചിന്തിച്ചു വരികയായിരുന്നു. ആദ്യത്തെ പ്രാവശ്യം നമ്മൾ ഗത്സമനെപ്പറ്റി ചിന്തിച്ചു. ഈ സമയം നമ്മൾ രണ്ടാമത്തെ പ്രധാനപ്പെട്ട സ്ഥലത്തെപ്പറ്റി ചിന്തിപ്പാൻ ആഗ്രഹിക്കുന്നു. ആ സ്ഥലത്തിൻ്റെ പേര് ഗബ്ബഥ എന്നുള്ളതാണ്. ഗബ്ബഥ. നമുക്ക് വേദപുസ്തകത്തിൽ നിന്നൊരു വേദവാക്യം വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായം അതിൻ്റെ 13-ാമത്തെ വാക്യം വായിക്കാം. ഈ വാക്ക് കേട്ടിട്ട് പീലാത്തോസ് യേശുവിനെ പുറത്തു കൊണ്ടുവന്നു. കൽത്തളമെന്നും എബ്രായ ഭാഷയിൽ ഗബഥ എന്നും പേരുള്ള സ്ഥലത്ത് ന്യായാസനത്തിലിരുന്നു. രണ്ടാമത്തെ പ്രധാനപ്പെട്ട സ്ഥലം എന്ന് പറയുന്നത് ഗബ്ബഥയാണ്. ദൈവത്തിൻ്റെ വചനത്തിൽ പറഞ്ഞു ഇത് ഒരു എബ്രായ പദമാണ്. എബ്രായ പദം. ഈ വാക്കിന് വേറൊരു അർത്ഥം കൂടിയുണ്ട്. അത് വേദപുസ്തകത്തിൽ എഴുതി വെച്ചു. കൽത്തളം എന്നും ഇതിന് പേര് പറയുന്നു. ഇതിൻ്റെ അർത്ഥം തന്നെ എന്താണെന്ന് ചോദിച്ചാൽ ഒരു എലവേറ്റഡ് സ്റ്റോൺ പ്ലേസ് എന്നുള്ളതാണ്. ഒരു കല്ലുകൊണ്ട് കെട്ടിയുണ്ടാക്കിയ ഉയർന്നതായ ഒരു സ്ഥലം. ഇവിടെ സാധാരണഗതിയിൽ പ്രതികളെ നിർത്തി ന്യായവിസ്താരം നടത്തുന്ന സ്ഥലമാണ്. ഇറ്റ് ഈസ് എ റൈസ്ഡ് സ്റ്റോൺ പ്ലാറ്റ്ഫോം യൂസ്ഡ് ഫോർ ജഡ്ജ്മെൻറ്റ്. അങ്ങനെയുള്ള ഒരു സ്ഥലത്തെയാണ് ഗബഥ അഥവാ കൽത്തളം എന്ന് പറയുന്നത്. ഈ ഗബഥ നമുക്ക് തരുന്ന ചില ആത്മീയ പാഠങ്ങൾ എന്തെല്ലാമാണ് ഇന്ന് നമ്മളത് ഒരുമിച്ച് ധ്യാനിപ്പാൻ ആഗ്രഹിക്കുന്നു. നമുക്കൊരു വേദവാക്യം വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായം 6-ാമത്തെ വാക്യം. മഹാപുരോഹിതന്മാരും ചേവകരും അവനെ കണ്ടപ്പോൾ ക്രൂശിക്ക ക്രൂശിക്ക എന്ന് ആർത്തു വിളിച്ചു. പീലാത്തോസ് അവരോട്, നിങ്ങളവനെ കൊണ്ടുപോയി ക്രൂശിപ്പീൻ, ഞാനോ അവനിൽ കുറ്റം കാണുന്നില്ല എന്ന് പറഞ്ഞു. പീലാത്തോസ് പറഞ്ഞു, ന്യായാധിപനായിരിക്കുന്ന പീലാത്തോസ് പറഞ്ഞു, ഞാൻ അവനിൽ ഒരു കുറ്റവും കാണുന്നില്ല. എന്നാൽ നിങ്ങൾ കൊണ്ടുപോയി ക്രൂശിക്കണം. ലോകത്തിലെ ഏറ്റവും വിരോധാഭാസമെന്ന് തോന്നുന്ന ഒരു ജഡ്ജ്മെൻറ്റ്. ഒരു കുറ്റവും കാണാത്തവനെ സാധാരണഗതിയിൽ വെറുതെ വിടുകയാണ് വേണ്ടത്. എന്നാൽ ഇവിടെ പീലാത്തോസ് പറയുന്നൊരു വാക്യം, ഞാൻ അവനിൽ ഒരു കുറ്റവും കാണുന്നില്ല. യേശുക്രിസ്തുവിൽ ഒരു കുറ്റവും കാണാൻ പീലാത്തോസിന് കഴിഞ്ഞില്ല. പക്ഷേ പീലാത്തോസ് പറയുന്നു, നിങ്ങളൊരു കാര്യം ചെയ്യണം, നിങ്ങൾ കൊണ്ടുപോയി അവനെ ക്രൂശിക്കണം. ഐ ഫൈൻഡ് നോ ഫോൾട്ട് ഇൻ ഹിം ബട്ട് യു ക്രൂസിഫൈ ഹിം. അവനെ കൊണ്ടുപോയി ക്രൂശിക്കണം എന്നുള്ളതാണ് പീലാത്തോസിൻ്റെ വിധി പ്രസ്താവന. ഏറ്റവും നീചമായ ഒരു വിധി. ഒരിക്കൽ പോലും ഒരു ന്യായാധിപനിൽ നിന്നുണ്ടാകാൻ കഴിയാത്ത ഒരു വിധി പ്രസ്താവനം. എന്തുകൊണ്ടാണ് ഇത്രയും മ്ലേച്ഛമായ അല്ലെങ്കിൽ ഇത്രയും വൃത്തികെട്ട ഒരു വിധി പ്രസ്താവനം? നീതിക്ക് നിരക്കാത്ത, സത്യത്തിന് നിരക്കാത്ത ഒരു വിധി പ്രസ്താവന എന്തുകൊണ്ടാണ് പീലാത്തോസിൽ നിന്നുണ്ടായതെന്ന് ചോദിച്ചാൽ, യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായം അതിൻ്റെ 12-ാമത്തെ വാക്യം നാം വായിക്കുമ്പോൾ ഇപ്രകാരം ഒരു വചനം അവിടെ എഴുതി വെച്ചു.
ഇത് നിമിത്തം പീലാത്തോസ് അവനെ വിട്ടയപ്പാൻ ശ്രമിച്ചു. യഹൂദന്മാരോ, നീ ഇവനെ വിട്ടയച്ചാൽ കൈസരുടെ സ്നേഹിതനല്ല. നീ ഇവനെ വിട്ടയച്ചാൽ കൈസറുടെ സ്നേഹിതൻ അല്ല. മഹാപുരോഹിതന്മാരും ജനവുമെല്ലാം അവൻ്റെ നേരെ പറഞ്ഞ വാക്യമാണ്. നിരപരാധിയായിരിക്കുന്ന യേശുക്രിസ്തുവിനെ നീ വിട്ടയക്കാനാണ് പരിപാടിയെങ്കിൽ നീ ഒരിക്കലും കൈസരുടെ സ്നേഹിതൻ അല്ല. കൈസറുടെ സ്നേഹിതൻ അല്ലെങ്കിൽ പിന്നെ ആരാണ്? കൈസറുടെ ശത്രുവായി മാറും. അപ്പോൾ പീലാത്തോസിന് തൻ്റെ ഗവർണർഷിപ്പ്, സ്വന്തം പദവി നിലനിർത്താൻ കഴിയാതെ വരും. അപ്പോൾ ഈ പീലാത്തോസ് ഇങ്ങനെ ഒരു അന്യായമായ വിധിന്യായം പുറപ്പെടുവിച്ചത് സ്വന്തം പദവി സംരക്ഷിപ്പാൻ, സ്വന്തം ഗവർണർഷിപ്പ് നിലനിർത്താൻ, അങ്ങനെ നിലനിർത്താൻ വേണ്ടിയിട്ടാണ്. ദൈവമക്കളെ, എന്നാൽ ഇങ്ങനെ ഒരു നിരാശാജനകമായ, ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്ത ഒരു വിധിന്യായം പ്രഖ്യാപിച്ച പീലാത്തോസിൻ്റെ അന്ത്യം ചരിത്രം പറയുന്നത് അദ്ദേഹം ഒരു മനോരോഗിയായി മാറി എന്നുള്ളതാണ്. കർത്താവായ യേശുക്രിസ്തു മരിച്ചതിന് ശേഷം യൗസേപ്പും നിക്കോദോമോസും കൂടെ ഈ പീലാത്തോസിൻ്റെ അടുക്കൽ ചെന്നു. പീലാത്തോസിനോട് ആ ശരീരം ഞങ്ങൾക്ക് വിട്ടുതരണം എന്ന് ചോദിച്ചു. പീലാത്തോസ് ഒന്ന് ഞെട്ടി. എന്ത്? കർത്താവായ യേശുക്രിസ്തു മരിച്ചോ? ആ ശവശരീരം അവർക്ക് കൊടുക്കാനായി അവൻ വിധി പറഞ്ഞു. അതിനുശേഷം പീലാത്തോസ് വീണ്ടും പോയി കൈകൾ കഴുകി. എപ്പോഴും പോയി കൈകൾ കഴുകുന്നവനായി പീലാത്തോസ് മാറി. ദൈവമക്കളെ, ചുരുക്കി പറഞ്ഞാൽ പീലാത്തോസ് അങ്ങനെ ഒരു മനോരോഗിയായി മാറി. അവൻ്റെ കുടുംബം തകർന്നു. അവൻ്റെ ഗവർണർഷിപ്പ് എന്നേക്കുമായി നഷ്ടപ്പെട്ടു. കർത്താവായ യേശുക്രിസ്തുവിനെ തള്ളിക്കളഞ്ഞതിൻ്റെ പേരിൽ, കർത്താവായ യേശുക്രിസ്തുവിനെ എന്നേക്കുമായി നിരപരാധിയായിരിക്കുന്നവനെ ഈ ക്രൂശിപ്പാൻ വിട്ടുകൊടുത്തതിൻ്റെ പേരിൽ സ്വന്തം സ്ഥാനം നഷ്ടപ്പെട്ട് മനോരോഗിയായി, കുടുംബം തകർന്നവനായി അങ്ങനെ അന്ത്യകാലം കഴിക്കേണ്ടി വന്നു പീലാത്തോസിന്. വേദപുസ്തകത്തിൽ നിന്ന് ഒരു വാക്യം കൂടെ ഞാൻ വായിച്ചു കേൾപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. എബ്രായർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം 4-ാമത്തെ വാക്യം മുതൽ 6-ാമത്തെ വാക്യം വരെ നമുക്കൊന്ന് വായിച്ചു നോക്കാം. ഒരിക്കൽ പ്രകാശനം ലഭിച്ചിട്ട് സ്വർഗീയദാനം ആസ്വദിക്കുകയും പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുകയും ദൈവത്തിൻ്റെ നല്ല വചനവും വരുവാനുള്ള ലോകത്തിൻ്റെ ശക്തിയും ആസ്വദിക്കുകയും ചെയ്തവൻ പിന്മാറിപ്പോയാൽ തങ്ങൾക്ക് തന്നെ ദൈവപുത്രനെ വീണ്ടും ക്രൂശിക്കുന്നവരും അവന് ലോക അപവാദം വരുത്തുന്നവരും ആകൊണ്ട് അവരെ പിന്നെയും മാനസാന്തരത്തിലേക്ക് പുതുക്കുവാൻ കഴിവുള്ളതല്ല. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വ്യക്തമായി എഴുതി വെച്ചു. ഈ യഹൂദന്മാർ അല്ലവാ പീലാത്തോസ് അവരെ കർത്താവായ യേശുക്രിസ്തുവിനെ ഒരിക്കലായിട്ട് ക്രൂശിച്ചു. എന്നാൽ വേദപുസ്തകത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എഴുതി വെച്ചു, പിന്മാറിപ്പോകുന്നവർ കർത്താവായ യേശുക്രിസ്തുവിനെ വീണ്ടും ക്രൂശിക്കുന്നവരായി മാറുന്നു. എങ്ങനെയെല്ലാം ഉള്ളവർ പിന്മാറിപ്പോയാൽ ഒരിക്കൽ പ്രകാശനം ലഭിച്ചവരാണ്. ഒരിക്കൽ പ്രകാശനം ലഭിച്ചു, പക്ഷേ പിന്മാറിപ്പോയി. സ്വർഗീയ ദാനങ്ങൾ ലഭിച്ചവരാണ്, അത് ആസ്വദിച്ചവരാണ്, പക്ഷേ ജീവിതത്തിലെ പിന്മാറിപ്പോയി. പരിശുദ്ധാത്മാവ് കിട്ടിയവരായിരുന്നു, പക്ഷേ വീണ്ടും പിന്മാറ്റത്തിലേക്ക് വന്നു. വചനത്തിൻ്റെ ആഴവും അതിൻ്റെ ശക്തിയുമെല്ലാം ആസ്വദിച്ചവരാണ്, പക്ഷേ പിന്മാറിപ്പോയി. സഹോദരങ്ങളെ, അങ്ങനെ നാം പാപത്താൽ, നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ വരുന്ന പാപത്താൽ നാം ക്രിസ്തുയേശുവിൽ നിന്ന് പിന്മാറിപ്പോകുമ്പോൾ, നമ്മുടെ ആത്മീയ ജീവിതത്തിൽ പിന്മാറിപ്പോകുമ്പോൾ നാം കർത്താവായ യേശുക്രിസ്തുവിനെ വീണ്ടും ക്രൂശിക്കുന്നവരായി മാറും. സഹോദരങ്ങളെ, ഇന്ന് ഈ വചനം കേൾക്കുമ്പോൾ നിങ്ങൾ ഓരോരുത്തരും ഒന്ന് ശാന്തമായി പരിശോധിക്കണം. കർത്താവേ, എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ഓരോ പാവങ്ങൾ വരുമ്പോഴും ഞാൻ നിന്നെ വീണ്ടും ക്രൂശിക്കുന്നവനായി മാറിയല്ലോ കർത്താവേ. ആരെല്ലാം അവനോട് കണ്ണുനീരോടെ നമ്മുടെ പാപങ്ങളേറ്റ് പറയുന്നുണ്ട്. കർത്താവേ, ഒരിക്കലായി യഹൂദന്മാർ നിന്നെ ക്രൂശിച്ചെങ്കിൽ എത്രയോ പ്രാവശ്യം നിന്റെ മുറിവുകളെ വീണ്ടും വീണ്ടും ആഴത്തിൽ കുഴിച്ചവനും നിന്നെ വേദനിപ്പിച്ചവനുമാണ് കർത്താവെ ഞാനെന്ന് ഓരോരുത്തരും ദൈവമക്കളെ ഈ ആ ക്രൂശിലേക്ക് നോക്കിയിട്ട് ഈ വചനം കേൾക്കുന്ന സമയം നിങ്ങളൊന്ന് പ്രാർത്ഥിക്കണം. ഇനിയും നാം കർത്താവായ യേശുക്രിസ്തുവിനെ ക്രൂശിക്കണമോ? ഇനിയും പാപം ചെയ്ത് അവനെ ക്രൂശിക്കണമോ? ഇനിയും പാപം ചെയ്ത് അവൻ്റെ അതിവേദന ഇനിയും നമ്മൾ കൊടുക്കണമോ? ഇനിയും പാപത്തിലേക്ക് എൻ്റെ ജീവിതം പോയി ഞാനവൻ്റെ മുറിവുകളെ വീണ്ടും കീറി മുറിക്കണമോ? ഈ വചനം കേൾക്കുന്ന ദൈവമക്കളെ, ഇന്ന് ഈ വചനം കേൾക്കുന്ന സമയം നിങ്ങൾ എന്ത് തീരുമാനമെടുക്കും? കർത്താവേ, ഒരിക്കൽ പോലും നിന്റെ മുറിവുകളെ ആഴത്തിലാക്കി നിന്നെ വേദനിപ്പിക്കാത്തൊരു മകനായി, ഇനി പാപം ചെയ്ത് നിന്നെ വേദനിപ്പിക്കാത്തൊരു മകനായി, നിന്നെ ക്രൂശിക്കാത്തൊരു മകനായി ഞാൻ നിന്നുകൊള്ളാം, മകളായി ഞാൻ നിന്നുകൊള്ളാം എന്നുള്ള സമർപ്പണം ആരെല്ലാം ഈ വചനം കേൾക്കുന്ന സമയം എടുക്കുന്നുണ്ട്. ദൈവമക്കളെ, പീലാത്തോസ് സ്വന്തം സ്ഥാനം സംരക്ഷിക്കാൻ
ഒരിക്കലുമില്ലാത്തൊരു ജഡ്ജ്മെൻറ്റ്. എന്നാൽ അവൻ്റെ കുടുംബം തകർന്നതുപോലെ ഇനിയും ഈ വചനങ്ങളെല്ലാം കേട്ടിട്ടും വീണ്ടും പാപത്തിൻ്റെ ആഴകളിലേക്ക് നാം പോകുന്നെങ്കിൽ ഒരുപക്ഷെ നമ്മളും തകർന്നു പോകാൻ സാധ്യതയുണ്ട്. ദൈവമക്കളെ, അതുകൊണ്ട് ഇന്ന് ഈ സമയം അനുദപിക്കുക. കർത്താവേ, പാപങ്ങൾ മുഴുവൻ എൻ്റെ ജീവിതത്തിൽ വന്നുപോയി, ഒത്തിരി പാപങ്ങൾ വന്നുപോയി, ഞാൻ നിന്നെ വേദനിപ്പിച്ചു പോയി, അല്ല ഞാൻ നിന്നെ ക്രൂശിച്ചു പോയി. കർത്താവേ, ഇനി മേലാൽ നിന്റെ മുറിവുകളെ വീണ്ടും ആഴത്തിലാക്കാൻ, നിനക്ക് വേദന സമ്മാനിക്കാൻ ഞാൻ വരികയില്ല, ഞാൻ ഉണ്ടാകുകയില്ല. ഈ പാപം എന്നേക്കുമായി എൻ്റെ ജീവിതത്തിൽ ഞാൻ ഉപേക്ഷിക്കുന്നു. പാപം കൂടാതെ ജീവിപ്പാനുള്ള സ്വർഗീയ കൃപ എനിക്ക് തരണമേ കർത്താവേ എന്ന് ആരെല്ലാം കണ്ണുനീരോടെ പ്രാർത്ഥിക്കും. ഒന്നാമത്തെ കാര്യം അതാണ്. കവിതയുടെ ഒന്നാമത്തെ പ്രത്യേകത, ഇറ്റ് ഈസ് എ പ്ലേസ് ഓഫ് അഡ്ജസ്റ്റ്മെന്റ്. ഒരിക്കൽ പോലും പാപം ചെയ്ത് ഇനി എൻ്റെ കർത്താവിനെ ഞാൻ വേദനിപ്പിക്കുകയില്ല എന്ന് നമ്മൾ സമർപ്പണമെടുക്കുന്ന ഒരു ദിവസമായി ഈ ദിവസം മാറണം. രണ്ടാമത്തെ കാര്യം എന്താണ്? നമുക്കത് വായിക്കാം. ഒരു വാക്യം കൂടെ വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായം അതിൻ്റെ 6-ാമത്തെ വാക്യം വായിക്കാം. മഹാപുരോഹിതന്മാരും ചേവകരും അവനെ കണ്ടപ്പോൾ ക്രൂശിക്ക ക്രൂശിക്ക എന്ന് ആർത്തു വിളിച്ചു. ഗബദ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ പ്ലേസ് ഓഫ് റിജക്ഷൻ. കർത്താവായ യേശുക്രിസ്തുവിനെ നിർദ്ദയം തള്ളിക്കളഞ്ഞതായ ഒരു സ്ഥലം. അവനെ കണ്ടപ്പോൾ അവർ ആർത്തു. എന്താ ആർത്തെ? ഇവനെ ക്രൂശിക്കുക, ഇവനെ ക്രൂശിക്കുക എന്നാർത്തു. ദൈവമക്കളെ, ആ ജനം അങ്ങനെ ആർത്തു. ഈ ജനത്തിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ദ്രോഹം ചെയ്തവനാണോ കർത്താവായ യേശുക്രിസ്തു? ഒരുപക്ഷെ ആ നിൽക്കുന്നവരിൽ തന്നെ എത്രയോ പേരുടെ രോഗം അവൻ മാറ്റിക്കൊടുത്തിട്ടുണ്ടാകും, എത്രയോ പേർക്ക് ഭക്ഷണം കൊടുത്തിട്ടുണ്ടാകും, ഇല്ലേ? അവരുടെ വിശപ്പിനെ മാറ്റിയവനായിരിക്കും ഈ കർത്താവായ യേശുക്രിസ്തു. പക്ഷേ ആ നിർണായകമായ സമയം വന്നപ്പോൾ ആർക്കും വേണ്ടാത്തവനായി കർത്താവായ യേശുക്രിസ്തുവിന് ന്യായവിസ്താര സ്ഥലത്തിൻ്റെ ഒരറ്റത്തവൻ മാറി നിന്നു. ജനമെല്ലാം പറഞ്ഞു, ആർത്ത് വിളിച്ചു, ഇവനെ ക്രൂശിക്കണം, ഇവനെ ക്രൂശിക്കണം. പീലാത്തോസ് ഒരു കാര്യം കൂടി അവനോട് ചോദിച്ചു. മത്തായിയുടെ സുവിശേഷം 27-ാം അധ്യായം അതിൻ്റെ 17-ാമത്തെ വാക്യത്തിൽ ഒരു കാര്യം കൂടെ ഈ ജനത്തോട് പീലാത്തോസ് വിളിച്ചു ചോദിക്കുന്നുണ്ട്. അവർ കൂടി വന്നപ്പോൾ പീലാത്തോസ് അവരോട്, ബറബാസിനെയോ ക്രിസ്തു എന്ന് പറയുന്ന യേശുവിനെയോ ആരെ നിങ്ങൾക്ക് വിട്ടുതരണമെന്ന് ദൈവത്തിന് സ്തോത്രം. പീലാത്തോസ് ആ ഗബദയുടെ പ്രധാനപ്പെട്ട സ്ഥലത്തിരുന്ന് കാണും. ഞാൻ ധ്യാനിക്കുന്നത് അങ്ങനെയാണ്. ഒരറ്റത്ത് കർത്താവായ യേശുക്രിസ്തുവിനെ മാറ്റി നിർത്തി, അടുത്തയറ്റത്ത് ഈ പറയുന്ന ബറബാസിനെ നിർത്തി. മഹാപുരോഹിതനും ജനമെല്ലാം താഴെ നിൽക്കുന്നു. ഇവരെ രണ്ടുപേരെയും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഈ പീലാത്തോസ് ജനത്തോട്, പുരോഹിതന്മാരോട് ചോദിച്ചു, നിങ്ങൾക്ക് ആരെയാണ് വേണ്ടത്? ദൈവമക്കളെ, ഈ ഒരു പാപവും ചെയ്യാത്ത, ഒരു തെറ്റും ചെയ്യാത്ത, ഈ ജനത്തിന് ഒരു ദ്രോഹവും ചെയ്യാത്ത കർത്താവായ യേശുക്രിസ്തു ഒരു വശത്ത്, എന്നാൽ ഒരുപക്ഷെ ഈ നിൽക്കുന്ന അനേകരുടെ വീടുകളിൽ കവർന്നിട്ടുള്ളവൻ, കവർച്ച നടത്തിയിട്ടുള്ളവൻ, ഭവനങ്ങളെ ഭേദിച്ചവൻ, കൊലപാതകം ചെയ്തിട്ടുള്ളവൻ, അങ്ങനെ കൊടും കുറ്റവാളിയായ ഈ ബറബാസും മറുവശത്ത് നിൽക്കുന്നു. എന്നാൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ ജനത്തിനെല്ലാം ഈ കൊലപാതകനെ, ഈ കവർച്ചക്കാരനെ, ഈ മഹാകളനായിരിക്കുന്ന, ഈ ദ്രോഹിയായിരിക്കുന്ന ബറബാസിനെ മതിയെന്ന് അവർ ഏറ്റു വിളിച്ചു. ദൈവമക്കളെ, ഞാൻ പറയട്ടെ, ഈ ജനത്തിന് കർത്താവായ യേശുക്രിസ്തുവിനെ വേണ്ട. പുരോഹിതന്മാർക്കാർക്കും കർത്താവായ യേശുക്രിസ്തുവിനെ വേണ്ട. മഹാപുരോഹിതനും കർത്താവായ യേശുക്രിസ്തുവിനെ വേണ്ട. അവരെല്ലാവരും ഒരു സ്ഥലത്തിലേക്ക് ഏറ്റു പറഞ്ഞു, ഇവനെ ക്രൂശിക്കണം, ഇവനെ ക്രൂശിക്കണം. ആർക്കും വേണ്ടാത്തവനായി കർത്താവായ യേശുക്രിസ്തു ആ ഗബദയുടെ ഒരു മൂലക്ക നിന്നു എന്ന് ഞാൻ ധ്യാനിക്കട്ടെ. ദൈവമക്കളെ, ഞാൻ വിനയത്തോടെ ഇന്ന് ഈ വചനം കേൾക്കുന്ന ദൈവമക്കളോട് ചോദിക്കട്ടെ, ആർക്കും വേണ്ടാത്തവനായ യേശുക്രിസ്തുവിനെ സഹോദരങ്ങളെ നമുക്ക് വേണമോ? ആർക്കും വേണ്ട അവനെ. പീലാത്തോസിന് വേണ്ട, ഈ മഹാപുരോഹിതന് വേണ്ട, പുരോഹിതന്മാർക്ക് വേണ്ട, ജനത്തിന് വേണ്ട, ആർക്കും വേണ്ടാത്ത യേശുക്രിസ്തുവിനെ ഇന്ന് ഈ വചനം കേൾക്കുന്ന സമയം കർത്താവേ, നിന്നെ ആർക്കും വേണ്ടെങ്കിലും ഈ മഹാഭാവിയായിരിക്കുന്ന എനിക്ക് വേണമെന്ന് പറയാൻ ഇന്ന് ആരുടെയെല്ലാം ഹൃദയം ത്രസിക്കുന്നുണ്ട്, ആരുടെയെല്ലാം ഹൃദയത്തിൽ അങ്ങനെ ഒരു തീരുമാനം വരുന്നുണ്ട്. ആർക്കും എൻ്റെ കർത്താവേ നിന്നെ വേണ്ടെങ്കിലും ഈ ഒരാൾ ആവശ്യക്കാരനായി ഇന്ന് ഞാൻ തിരുവേദന കേൾക്കുന്നു. എൻ്റെ കർത്താവേ, എൻ്റെ ചങ്കിലേക്ക് നീ ഒന്ന് കടന്നു വരണമേ, ഇറങ്ങി വരണമേ. എൻ്റെ ഈ കൊച്ചു ഹൃദയത്തിൽ, എൻ്റെ കൊള്ളില്ലാത്ത കൊച്ചു ഹൃദയത്തിൽ നിന്നെ സ്വീകരിപ്പാൻ എനിക്ക് മനസ്സാണ്. കർത്താവേ, എൻ്റെ ഹൃദയത്തിലേക്ക് വരണമേ. എനിക്ക് നിന്നെ വേണമെന്ന് പറയുന്ന, അതിനുള്ള കൊതിയുള്ള, അതിന് ഹൃദയം ത്രസിക്കുന്ന, ഹൃദയം തുടിക്കുന്ന ദൈവകുഞ്ഞുങ്ങൾക്കായി സ്തോത്രം. എൻ്റെ ദൈവമേ, ഇന്ന് ഈ തിരുവേദന കേൾക്കുമ്പോൾ ഓരോരുത്തരും ഈ സമർപ്പണം എടുക്കണമേ. എന്താണ് സമർപ്പണം? ആർക്കും വേണ്ടാത്ത യേശുക്രിസ്തുവിനെ എനിക്ക് സ്വന്തമായി വേണം. ദൈവത്തിന് സ്തോത്രം. മഗ്ദലന മറിയം പറഞ്ഞതുപോലെ, അവനെ എവിടെ വെച്ചു ഞാൻ അവനെ എടുത്തുകൊണ്ട് പൊക്കോളാം. ഈ യേശുക്രിസ്തുവിനെ ചുമക്കുന്നവനായി,
ഈ യേശു ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുന്നവനായി, ഈ യേശു ക്രിസ്തുവിന് വേണ്ടി ജീവിതത്തിൻ്റെ അവസാന സമയം വരെ നിൽക്കുന്നവരായി മാറുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇന്ന് ഈ വചനം കേൾക്കുന്ന സമയം നിങ്ങൾ ഓരോരുത്തരെയും നിർബന്ധിക്കുന്നു. കർത്താവേ, ആർക്കും വേണ്ടെങ്കിലും എനിക്ക് നിന്നെ വേണം. ഗബദ റിജക്ഷൻ്റെ സ്ഥലമാണെങ്കിലും ഇന്ന് ഈ വചനം കേൾക്കുമ്പോൾ ദൈവമക്കളെ, കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷകനായി ഹൃദയത്തിലേക്ക് സ്വീകരിക്കുക, നാഥനായി സ്വീകരിക്കുക. ദൈവത്തിന് സ്തോത്രം. അതാണ് രണ്ടാമത്തെ സ്ഥലം. മൂന്നാമത്തെ കാര്യം നമുക്ക് വരികയാണ്. ഞാൻ രണ്ട് കാര്യങ്ങൾ പറഞ്ഞു. ഇറ്റ് ഈസ് എ പ്ലേസ് ഓഫ് റിജക്ഷൻ, ഇറ്റ് ഈസ് എ പ്ലേസ് ഓഫ് അൺജസ്റ്റ്മെന്റ്. മൂന്നാമത്തെ കാര്യം എന്താണ്? നമുക്ക് വായിക്കാം. മത്തായിയുടെ സുവിശേഷം 27-ാം അധ്യായം അതിന്റെ 18-ാമത്തെ വാക്യം. അവർ അസൂയ ഉണ്ടാകുന്നു അവനെ ഏൽപ്പിച്ചത് എന്ന് അവൻ ഗ്രഹിച്ചിരുന്നു. പീലാത്തോസ് ഈ നീതിയല്ലാത്ത ഈ വിധി ന്യായം പ്രസ്താവിക്കുമ്പോൾ പീലാത്തോസിന് വളരെ വ്യക്തമായ ഒരു കാര്യം അറിയാം. ഈ മഹാപുരോഹിതന്മാർ അസൂയ കൊണ്ടാണ്, ഈ പുരോഹിതന്മാർ അസൂയ കൊണ്ടാണ് കർത്താവായ യേശുക്രിസ്തുവിനെ ഏൽപ്പിച്ചു കൊടുത്തത് എന്ന് അവന് വളരെ വ്യക്തമായി അറിയാം. അവന് വളരെ നിശ്ചയമുണ്ട് ഈ യേശുക്രിസ്തു തെറ്റുകാരനല്ല എന്ന്. പിന്നെ എന്തുകൊണ്ട് അവൻ അതുപോലെ ഒരു വിധി പറഞ്ഞു? ദൈവമക്കളെ, അതിനൊരു കാര്യം കൂടിയുണ്ട്. എന്താണെന്ന് അറിയാമോ? ഫിയർ ഓവർ ട്രൂത്ത് എന്ന് പറഞ്ഞാൽ സത്യത്തിന് വേണ്ടി നിൽക്കാൻ അവന് ഭയമാണ്. സത്യത്തിന് വേണ്ടി നിൽക്കാൻ ഭയം. കർത്താവായ യേശുക്രിസ്തു പറഞ്ഞു, ഞാൻ തന്നെ വഴിയും, ഞാൻ തന്നെ സത്യവും, ഞാൻ തന്നെയാണ് ജീവനുമെന്നു. മൂന്നാമത്തെ കാര്യം അതാണ്. ഇറ്റ് ഈസ് എ പ്ലേസ് ഓഫ് കോംപ്രമൈസ്. അവൻ പീലാത്തോസ് ഒരു കോംപ്രമൈസ് ചെയ്യുകയാണ്. ഒരു കോംപ്രമൈസ്. എന്താണ് കോംപ്രമൈസ്? ഈ സത്യത്തിന് വേണ്ടി ഞാൻ നിന്നാൽ എൻ്റെ ജീവിതത്തിൽ ചില ഭൗതികമായ നഷ്ടങ്ങൾ വരും, അതുകൊണ്ട് ഞാനൊരു കോംപ്രമൈസ് ചെയ്തേക്കാം. അതാണ് പീലാത്തോസിൻ്റെ തീരുമാനം. ദൈവമക്കളെ, ഈ സത്യവാനായ ഈ യേശുക്രിസ്തുവിന് വേണ്ടി നമ്മൾ ഓരോരുത്തരും നിൽക്കുമോ? എന്നെ കോരിത്തരിപ്പിക്കുന്ന ഒരു രംഗമുണ്ട് ദാനിയേൽ പ്രവചനത്തിൽ. 3 ബാലന്മാർ തീച്ചൂളയുടെ നടുവിൽ 3 ബാലന്മാർ പോയി നിന്നു. രാജാവ് ചോദിച്ചു, നിങ്ങൾ ഈ ബിംബത്തെ നിങ്ങൾ നമസ്കരിക്കുമോ? ഇല്ലെങ്കിൽ ഈ തീച്ചൂളയിലേക്ക് നിങ്ങൾ മാറ്റപ്പെടേണ്ടി വരും. 3 ബാലന്മാർ, യൗവനത്തിലേക്ക് കടന്നിട്ടുള്ള 3 ബാലന്മാർ, അവർ ധൈര്യത്തോടെ രാജാവിൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞു, നെബൂഖദ്നേസറേ, പേര് വിളിച്ചിട്ട് പറഞ്ഞു, നെബൂഖദ്നേസറേ, ഈ കാര്യത്തിൽ ഉത്തരം പറയാൻ ആവശ്യമില്ല. ഞങ്ങളുടെ ദൈവം ഈ എരിയുന്ന തീച്ചൂളയിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കും. അഥവാ വിടുവിച്ചില്ലെങ്കിലും ഞങ്ങൾ രാജാവ് നിർത്തിയ ബിംബത്തെ നമസ്കരിക്കുകയില്ല. ദൈവമക്കളെ, അവിടെ യാതൊരു കോംപ്രമൈസും ഇല്ല, യാതൊരു വിധത്തിലുള്ള കോംപ്രമൈസും. മരിക്കേണ്ടി വന്നാലും രാജാവ് നിർത്തിയിരിക്കുന്ന ബിംബത്തെ ഞങ്ങൾ നമസ്കരിക്കുകയില്ല. വീണ്ടും മറ്റൊരാളെ കാണാം, അത് ദാനിയേൽ തന്നെ. എന്താണ് ദാനിയേലിന്റെ തീരുമാനം? ഞാൻ മരിക്കേണ്ടി വന്നാലും, സിംഹങ്ങളുടെ കൂട്ടിൽ പോകേണ്ടി വന്നാലും, സിംഹങ്ങൾ എന്നെ കടിച്ചു കീറി തിന്നുപോയാലും ഞാൻ ഒരിക്കലും രാജാവിനോട് പ്രാർത്ഥിക്കുകയില്ല. ദൈവമക്കളെ, ആ സിംഹത്തിൻ്റെ കൂട്ടിൽ ദാനിയേൽ വീഴാൻ തയ്യാറായി നിന്നു. ഒരിക്കലും കോംപ്രമൈസ് ചെയ്യാത്ത ജീവിതം. അതുകൊണ്ട് ദാനിയേലിനെ ദൈവം ഉയർത്തി, ഈ 3 ബാലന്മാരെ ദൈവം ഉയർത്തി. ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ സത്യവാനായ കർത്താവായ യേശുക്രിസ്തുവിന് വേണ്ടി ലോകത്തോട് യാതൊരുവിധ കോംപ്രമൈസും ചെയ്യാതെ, ലോകത്തോട് യാതൊരുവിധ ബന്ധവും വരുത്താതെ ജീവിക്കാൻ നമ്മൾ തയ്യാറാണോ? ദൈവമക്കളെ, ഈ വചനം കേൾക്കുമ്പോൾ തീർത്തും സത്യവാനായ കർത്താവായ യേശുക്രിസ്തുവിന് വേണ്ടി ജീവിക്കുമെന്നുള്ള ആ വലിയ പ്രതിജ്ഞ എടുക്കാൻ ആരെല്ലാം തയ്യാറുണ്ട്? ദൈവമക്കളെ, അതിന് ഈ ജീവിതത്തിൽ ഈ ലോകത്ത് ചില നഷ്ടങ്ങളൊക്കെ നമുക്ക് വന്നേക്കാം. എന്നാലും സാരമില്ല. വ്യക്തിപരമായ ജീവിതത്തിൽ എന്തെല്ലാം നഷ്ടം വന്നാലും കർത്താവേ, നീ സത്യമാകുന്ന എൻ്റെ പ്രാണപ്രിയന് വേണ്ടി ഞാൻ നിൽക്കുമെന്നുള്ള വലിയ സമർപ്പണം ദൈവമക്കളെ ആരുടെയെല്ലാം ജീവിതത്തിൽ വരും. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇന്ന് ഈ സമർപ്പണം എടുക്കാൻ ഈ വചനം കേൾക്കുന്ന ദൈവമക്കളെ നിങ്ങൾ ഓരോരുത്തരെയും നിർബന്ധിക്കുന്നു. എന്തെല്ലാം വന്നാലും എൻ്റെ കർത്താവിന് വേണ്ടി ജീവിക്കുമെന്നുള്ള വലിയ സമർപ്പണം. എന്തെല്ലാം വന്നാലും കർത്താവിന് പിന്നാലെ സന്തോഷമായി ഞാൻ യാത്ര ചെയ്യും. അങ്ങനെയാണ് പാട്ടുകാരൻ പാടിയത്. ഈ വചനം കേൾക്കുമ്പോൾ ഈ മക്കളെ നിങ്ങളൊരു തീരുമാനമെടുക്കൂ. എന്തെല്ലാം വന്നാലും, എൻ്റെ ജീവിതത്തിൽ എന്തെല്ലാം നഷ്ടം വന്നാലും കർത്താവിൻ്റെ പിന്നാലെ സന്തോഷമായി ഞാൻ യാത്ര ചെയ്യും. മൂന്നാമത്തെ കാര്യം അതാണ്, ഇറ്റ് ഈസ് എ പ്ലേസ് ഓഫ് കോംപ്രമൈസ്. പക്ഷേ ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ കർത്താവായ യേശുക്രിസ്തുവിനെ വിട്ട് ഒരു കോംപ്രമൈസ് ഒരിക്കലും ഉണ്ടാകരുത്. നാലാമത്തെ കാര്യം എന്താണ്? നമുക്ക് വായിക്കാം. മത്തായിയുടെ സുവിശേഷം 27-ാം അധ്യായം അതിൻ്റെ 25-ാമത്തെ വാക്യം. അവൻ്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ മക്കളുടെ മേലും വരട്ടെ എന്ന് ജനമൊക്കെയും ഉത്തരം പറഞ്ഞു. ഗബതയിൽ നിന്ന് ആ ജനമെല്ലാം വിളിച്ചു പറയുകയാണ്. എന്താണ് വിളിച്ചു പറയുന്നത്? ഈ യേശുക്രിസ്തുവിൻ്റെ രക്തം അത് ഞങ്ങളുടെ മേൽ വരട്ടെ. അത് പറഞ്ഞെങ്കിൽ മാത്രം മതിയായിരുന്നു. പക്ഷേ തുടർന്ന് അവർ പറഞ്ഞു, ഞങ്ങളുടെ മക്കളുടെ മേലും വരട്ടെ എന്ന്.
ദൈവമക്കളെ, ഇറ്റ് ഈസ് എ പ്ലേസ് വെയർ ദ ക്രൗഡ് ടുക്ക് ദ റെസ്പോൺസിബിലിറ്റി ഓഫ് ദ ബ്ലഡ് ഓഫ് ജീസസ്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ആ തിരുരക്തത്തിൻ്റെ ഉത്തരവാദിത്വം അവർ സ്വയം ഏറ്റെടുത്ത സ്ഥലമാണ് ഗബദ എന്ന് പറയുന്നത്. ദൈവമക്കളെ, അതുകൊണ്ട് എന്താ സംഭവിച്ചത്? യഹൂദൻ്റെ ആ വലിയ പള്ളി പോലും ഇടിച്ച് നിരത്തി കളഞ്ഞു. ലക്ഷക്കണക്കിന് യഹൂദർ യെരുശലേമിൽ നിന്ന് ദേശത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക്, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ചിതറിപ്പാർക്കേണ്ടി വന്നു. അനേകം യഹൂദന്മാർ, ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് യഹൂദന്മാർ വാളുകൊണ്ട് യെരുശലേമിൽ വെട്ടേറ്റ് വീണു. കൊടിയ പീഡനങ്ങൾ, മൃഗീയമായ മർദ്ദനങ്ങൾ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്ന് ഏറ്റുവാങ്ങേണ്ടി വന്നു. ദൈവമക്കളെ, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രക്തം ഞങ്ങളുടെ മേൽ വരട്ടെ, ഞങ്ങളുടെ സന്തതി വരെ മേൽ വരട്ടെ എന്ന് അവർ നിലവിളിച്ചതിൻ്റെ ഫലം, അവർ പ്രാർത്ഥിച്ചത് ഏറ്റെടുത്തതിൻ്റെ ഫലം, ലക്ഷക്കണക്കിന് യഹൂദന്മാർ കൊടിയ വേദനയിൽ അവരുടെ കുഞ്ഞുങ്ങളെല്ലാം വേദന കൊണ്ട് പിടഞ്ഞു. അങ്ങനെ കിരാതമായ മർദ്ദനങ്ങൾ, കിരാതമായ യാതനകൾ എല്ലാം ഏറ്റുവാങ്ങിയ ജനമായി ഈ യഹൂദൻ മാറി. ദൈവമക്കളെ, എന്തുകൊണ്ടാണെന്നറിയാമോ? കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രക്തത്തെ ഇതുപോലെ തള്ളിക്കളഞ്ഞതുകൊണ്ട്. ഞാൻ വേദപുസ്തകത്തിൽ നിന്ന് ഒരു വാക്യം കൂടെ വായിക്കട്ടെ. എബ്രായ ലേഖനം 10-ാം അധ്യായം അതിന് 29-ാമത്തെ വാക്യം. ദൈവപുത്രനെ ചവിട്ടിക്കളയുകയും തന്നെ വിശുദ്ധീകരിച്ച നിയമരക്തത്തെ മലിനമെന്ന് നിരൂപിക്കുകയും കൃപയുടെ ആത്മാവിനെ നിന്ദിക്കുകയും ചെയ്തവൻ എത്ര കഠിനമേറിയ ശിക്ഷയ്ക്ക് പാത്രമാകും. ദൈവമക്കളെ, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ തിരുരക്തത്തെ മലിനമെന്ന് പറഞ്ഞ് നമ്മൾ തള്ളിക്കളഞ്ഞാൽ, ഈ തിരുരക്തത്തെ നമ്മൾ അവഗണിച്ചു പോയാൽ, ഈ തിരുരക്തത്തിന് നമ്മൾ വില കൊടുക്കാതെ പോയാൽ എത്രയോ വലിയ ഭയങ്കരമായ ശിക്ഷാവധികൾ ഏറ്റുവാങ്ങേണ്ടി വരും. ദൈവമക്കളെ, എന്താണ് ഏറ്റവും വലിയ ഭയങ്കരമായ ശിക്ഷാവധി എന്നറിയാമോ? നമ്മൾ തീ നരകത്തിൽ, നിത്യനരകത്തിൽ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ തിരുരക്തത്തിന് നാം വില കൊടുക്കാതെ ജീവിച്ചാൽ ഈ ലോകത്തിനപ്പുറം നമ്മൾ നിത്യത നരകത്തിൽ പോകേണ്ടി വരും. അവിടെ തീ കൊണ്ട് ഉപ്പിടും. എത്ര നാൾ എരിയുന്ന തീച്ചുളയിൽ ജീവിതത്തിൻ്റെ അവസാനം നിത്യത മുഴുവൻ നമ്മൾ കഴിക്കേണ്ടി വരും. അത്രയ്ക്കും ഭീകരമായ ശിക്ഷാവിധി നമ്മളെ കാത്തിരിക്കുന്നു. ആ വലിയ ശിക്ഷാവിധി ഏറ്റുവാങ്ങുന്നതിന് മുമ്പ് ഈ തിരുരക്തത്തിൽ നമുക്ക് ഓരോരുത്തർക്കും ആശ്രയിക്കാൻ ഇപ്പോൾ അവസരമുണ്ട്. ഈ തിരുരക്തത്തിൽ മറയാൻ നമുക്കിപ്പോൾ അവസരമുണ്ട്. ഈ തിരുരക്തത്താൽ ജയം പ്രാപിക്കാൻ സ്വർഗം നമ്മെ മാടി വിളിക്കുകയാണ്. ഈ തിരുരക്തത്താൽ പാപമോചനം പ്രാപിക്കാൻ സ്വർഗത്തിലെ ദൈവം നമ്മളെ ഓരോരുത്തരെയും മാടി വിളിക്കുന്നു. അവൻ്റെ ചങ്കിലൂടെ പാഞ്ഞൊഴുകിയ രക്തം, അവൻ്റെ കൈകാലിലൂടെ ഏറ്റിട്ട് വീണ രക്തം, അവൻ്റെ സകല രക്തവും ക്രൂശിൻ ചുവട്ടിലേൽ താഴേക്ക് ഇറ്റിറ്റ് വീണു. ദൈവമക്കളെ, നമുക്ക് നമ്മുടെ തലകളെ മണക്കാം. 1 മിനിറ്റ് പ്രാർത്ഥിക്കാം. യേശു ക്രിസ്തുവിൻ്റെ തിരുരക്തം മുഴുവൻ അവൻ്റെ ശരീരത്തിലൂടെ ഒഴുകി ആ തുള്ളികളായി ക്രൂശിൻ ചുവട്ടിൽ വീണു. ദൈവമക്കളെ, അതെൻ്റെ പാപത്തിൻ്റെ പരിഹാരമായിരുന്നു എന്ന് ഇന്ന് ഈ വചനം കേൾക്കുന്ന സമയം ആരെല്ലാം കണ്ണുനീരോടെ ഏറ്റുപറയുന്നുണ്ട്, കർത്താവേ, നിന്റെ ഒരു തുള്ളി ചോരയും എൻ്റെ പാപത്തെ കഴുകിത്തരാനായിരുന്നല്ലോ, എന്നെ നിത്യസ്വർഗം തരാനായിരുന്നല്ലോ, എന്നെ നിത്യസ്വർഗത്തിൽ ഇരുത്താനായിരുന്നല്ലോ. ഇന്ന് ഈ വചനം കേൾക്കുന്ന സമയം ഞാൻ തിരുരക്തത്തിൽ ആശ്രയിക്കുന്നു. കർത്താവേ, എൻ്റെ അസംഖ്യമായ പാപങ്ങളെ നിന്റെ തിരുരക്തത്താൽ കഴുകി തരണമേ. നിത്യസ്വർഗം എനിക്ക് ദാനമായി തരണമേ. എൻ്റെ കർത്താവേ, നിന്റെ തിരുരക്തത്തിൽ ആശ്രയിച്ച് നിത്യസ്വർഗത്തിൽ എന്നേക്കും വാഴാൻ, കോടാനുകോടി വർഷങ്ങൾ പോയ നിത്യസ്വർഗത്തിൽ അപ്പനോട് കൂടെ വസിക്കാൻ എനിക്ക് ഭാഗ്യം തരണമേ. അതിനായി എൻ്റെ ജീവിതം ഒരിക്കൽ കൂടെ അവിടുത്തെ അണിപ്പാറുള്ള ആ കാൽപാദങ്ങളിൽ ഏൽപ്പിക്കുന്നു. അവിടുത്തെ പ്രാർത്ഥന കിടന്നാൽ സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ തന്നെ. ആമേൻ.